തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേന്ദ്ര തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് സമ്പൂർണ്ണം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേന്ദ്ര തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ച പൊതുപണിമുടക്കിന് സമ്മിശ്ര പ്രതികരണം. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ റോഡ്, റെയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പൊതുമേഖലാ ബാങ്കുകൾ അടക്കമുള്ളവ തുറന്നു പ്രവർത്തിച്ചില്ല. തുറമുഖങ്ങൾ നിശ്ചലമായി. മുംബൈ അടക്കമുള്ള വ്യവസായ നഗരങ്ങളെയും പണിമുടക്ക് പ്രതികൂലമായി ബാധിച്ചു. കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണ്ണം. ഒഡീഷ, തമിഴ്നാട്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ പണിമുടക്ക് സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. വിവാദ ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷക വിരുദ്ധ നയങ്ങൾ തിരുത്തുക, ദേശവിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു 24 മണിക്കൂർ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. കൊല്ലം ഇരവിപുരത്ത് അനിയൻ ചേട്ടനെ തലക്കടിച്ചു കൊന്നു. അനിയൻ കെനിലാണ് ചേട്ടൻ അനിലിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. അതേസമയം കെനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്നവരാണെന്ന് പോലീസ് പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പരിശോധന നടത്താൻ SIT സന്നിധാനത്തെത്തിയ പ്രത്യേക അന്വേഷണ സംഘം സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കുകയാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും മുൻപ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കൂടുതൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയത്. തുടർന്ന് SIT സന്നിധാനത്തെത്തി പരിശോധന തുടരുകയായിരുന്നു. അന്വേഷണം അവസാനിക്കുമ്പോഴോ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴോ മുൻകൂർ ജാമ്യം ഏകപക്ഷീയമായി പരിമിതപ്പെടുത്താൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. പ്രത്യേക കാരണങ്ങൾ കൊണ്ട് വെട്ടിക്കുറയ്ക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അത്തരം സംരക്ഷണം സാധാരണയായ മുഴുവൻ വിചാരണയിലും തുടരുമെന്നും കോടതി വിധിച്ചു. സ്ത്രീധന മരണക്കേസിൽ മുൻകൂർ ജാമ്യത്തിന് അസാധാരണമായ സമയപരിധി ഏർപ്പെടുത്തിയ അലഹബാദ് ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ട് ജസ്റ്റിസുമാരായ JB പർദിവാലയും KV വിശ്വനാഥനുമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം എന്നിവ ആരോപിക്കപ്പെട്ട ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇതോടെ രാഹുലിനെതിരെ പോലീസ് എടുത്ത 3 പീഡന കേസിലും ജാമ്യം ലഭിച്ചു. ജാമ്യം ലഭിച്ചാൽ രാഹുൽ തെളിവ് നശിപ്പിക്കുമെന്ന് പരാതിക്കാരി കോടതിയിൽ വാദമുന്നയിച്ചിരുന്നു. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് രാഹുൽ കോടതിയിൽ വാദിച്ചു. രാഹുലിന്റെ വാദം ശരിവെച്ച കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. പട്ടാപ്പകൽ മഞ്ഞാടിയിലെ സ്പായിൽ കയറി ഗുണ്ടാപിരിവ് നൽകാത്തതിന് ജീവനക്കാരിയെ ബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 2 പ്രതികൾ കീഴടങ്ങി. ആയപ്പറമ്പ് കാടാത്ത് വീട്ടിൽ സാജൻ തോമസ്, മഞ്ഞാടി ഉരേത്ര തൈമലയിൽ കിരൺ തോമസ് എന്നിവരാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഇതോടെ കേസിലെ 6 പ്രതികളും പിടിയിലായി. T20 ലോകകപ്പിൽ നമീബിയക്കെതിരായ മത്സരത്തിൽ സഞ്ജു സാംസൺ ഇന്നിംഗ്സിന് ഓപ്പൺ ചെയ്യും. അഭിഷേക് ശർമ്മയുടെ അഭാവത്തിലാണ് സഞ്ജു ഓപ്പണറുടെ റോളിൽ തിരിച്ചെത്തുന്നത്. മത്സരത്തിൽ ടോസ് നേടിയ നമീബിയ ക്യാപ്റ്റൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ജസ്പ്രീത് ബുംറയും ടീമിൽ തിരിച്ചെത്തി. മുഹമ്മദ് സിറാജാണ് പുറത്തായത്. രാജ്യത്തെ ജനകീയ പ്രക്ഷോഭത്തിൽ 3117 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ. എന്നാൽ കുറഞ്ഞത് 7000 പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നാണ് ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ സംഘടനകളും വ്യക്തമാക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും കുടുംബങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്ന ഔദ്യോഗിക സ്ഥാപനമായ ഫൗണ്ടേഷൻ ഓഫ് മാർട്ടിയേഴ്സ് ആൻഡ് വെറ്ററൻസ് അഫയേഴ്സിന്റെ പ്രസ്താവനകൾ സഹിതമാണ് ഇറാൻ സർക്കാർ മരണസംഖ്യ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി പുറത്തുവിട്ടത്. ഡിസംബർ 28-ന് ആരംഭിച്ച പ്രക്ഷോഭങ്ങളിൽ മരിച്ചവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ 2427 പേർ സാധാരണക്കാരും ബാക്കിയുള്ളത് സുരക്ഷാ സേനാംഗങ്ങളുമാണെന്ന് സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ബംഗ്ലാദേശിലെ പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. 48% പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 299 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിനൊപ്പം രാജ്യത്തിന്റെ ഭരണഘടനാ പരിഷ്കരണത്തിനായുള്ള നിർണായക ഹിതപരിശോധനയും നടന്നു. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അവാമി ലീഗിനെ നിരോധിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത്. വോട്ടെടുപ്പ് സുതാര്യമാണെങ്കിൽ ഫലം അംഗീകരിക്കുമെന്നും BNP ചെയർമാൻ താരിഖ് റഹ്മാനും ജമാഅത്തെ ഇസ്ലാമി അമീർ ഷഹീഖുർ റഹ്മാനും വ്യക്തമാക്കി.
ഉത്തര ഗോവയിലെ അർപോറയിലുള്ള ബിർച്ച് ബൈ റോമിയോ ലെയ്ൻ നൈറ്റ് ക്ലബിലുണ്ടായ വൻ തീപിടുത്തവുമായി ബന്ധപ്പെട്ട കേസിൽ ഉടമകളായ സൗരഭ് ലുത്ര, ഗൗരവ് ലുത്ര എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 2025 ഡിസംബർ 6 നടന്ന അപകടത്തിൽ 25 പേർ മരിക്കുകയും 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മപ്പുസ സെഷൻസ് കോടതിയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ നിരസിച്ചത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.